ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇതാ ഒന്ന് പുറത്ത് വന്നിക്കാണ് കേട്ടോ. മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഏട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പത്തിന് ഈ കുട്ട ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കുട്ട അമ്മയുടെ കൂടെ എങ്ങോട്ടോ പോയതായിരുന്നു, ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനിയുള്ള കണ്ണ് വെട്ടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അപ്പോൾ ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ പോവുകയാണ്. മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറുണ്ട്. ഞാൻ കോട്ടിട്ടുണ്ട്, ഏട്ടൻ കോട്ട് കിട്ടിയില്ല, ഏട്ടന് കോട്ട് കിട്ടിയില്ല. അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ പോവുന്നുണ്ട് കേട്ടോ മെല്ലെ. അപ്പോൾ റോട്ടിക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു മഴയത്ത് ഇങ്ങനെ പോകുമ്പോൾ അല്ലേ ഏട്ടാ? നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമാണ് ബൈക്കിൽ ഇങ്ങനെ പോകാൻ. പണ്ടൊക്കെ നമ്മൾ പോയിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക്? പണ്ടൊക്കെ ഞങ്ങൾ പോയിരുന്നു. ഇപ്പം ഈ കുട്ടിനായതിന് ശേഷം പോകാൻ നല്ല മടിയാണ് എൻ്റെ. അതെ, ഈ കുട്ടി ആയതിന് ശേഷം അങ്ങനെ പോവാറില്ല. അതിപ്പോൾ ആദ്യമായിട്ടാണ് മഴ, പിന്നെ മഴയത്ത് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് പോകുന്നത്. ഇവിടെ ഇങ്ങനെ വെള്ളം നല്ല കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു പറമ്പിൽ വീട്ടിൻ്റെ നല്ല കുളം പോലെ കയറിയിട്ടുണ്ട്. അതാ മെല്ലെ മെല്ലെ ഞങ്ങളിങ്ങനെ പോകും. ഇവിടേക്ക് എത്തും തോറും വെള്ളം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു കേട്ടോ. അത്യാവശ്യം വെള്ളം ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ പോകാൻ മഴയത്ത്? നല്ല രസമാണ് കേട്ടോ മഴയത്ത് ഇങ്ങനെ പോകാൻ. മഴയത്ത് പോകുമ്പോൾ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോയാൽ മതി. പിന്നെ ഇത് സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം നാടായ അയിലക്കാട് അയിനിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നല്ല രസമാണ്. രണ്ട് സൈഡിലും കായലാണ്. നല്ല മഴ ഉള്ളപ്പോൾ വന്നിരിക്കാൻ പറ്റിയ സ്പോട്ടാണ്. നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. എല്ലാവരും ഫ്രീ ആകുമ്പോൾ വരിക, കാണുക, കണ്ടിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പതുക്കെ പോയാൽ മതി. നല്ല രസമാട്ടോ. ഞങ്ങളിങ്ങനെ വന്ന സമയത്ത് നല്ല മഴക്കാറൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ മഴ ഇങ്ങനെ ചാറിനുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തണുക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആൾക്കാരിങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഈ മഴ ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിൽക്കുമ്പോൾ മഴയും കൂടി ആകുമ്പോൾ പ്രത്യേക രസമാണ് അല്ലേ? ഈ മഴക്കാലത്താണെങ്കിലോ ഇവിടെ ഉടുക്കത്ത് തിരക്കാണ്. ഇവിടെ ആൾക്കാരിങ്ങനെ വന്നിട്ട് കുളിക്കാനും ഇതിനൊക്കെ വരുന്നുണ്ട്. രണ്ട് സൈഡിലും കായലാണ്, നല്ല ആഴമുള്ള കായലാണ്. സ്വന്തം റിസ്കിൽ കുളിക്കണം. അതെ, ഞങ്ങൾ വന്ന സമയത്തൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ കുളിക്കുന്നുണ്ടായിരുന്നു. കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ പേടിയുണ്ടായിരുന്നു, കാരണം നല്ല ഒഴുക്കുണ്ടായിരുന്നു അല്ലേ ഏട്ടാ? അവിടെ നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. വരുമ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഈവനിങ്ങും വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. വൈകുന്നേരം തന്നെ വരണം കേട്ടോ, അതാണ് അടിപൊളി. വൈകുന്നേരം വരാനൊരു പ്രത്യേക രസം കേട്ടോ. മഴ ഇല്ലാത്ത സമയത്താണെങ്കിലും ഞങ്ങൾ ഇതിനൊക്കെ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു പ്രത്യേക രസമാണ് വൈകുന്നേരം സമയത്ത്. അപ്പോൾ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഫുള്ള് ഇങ്ങനെ വെള്ളം നല്ല കയറിയിട്ടുണ്ട്. ഇങ്ങനെ മേലേക്ക് നല്ല കയറിയിട്ടുണ്ട്. മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറുന്നുണ്ട്. നല്ല മഴക്കാറൊക്കെ കൂടിയിട്ട് നല്ലൊരു പ്രത്യേക രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാൻ. ഞങ്ങളിതാ ഇവിടെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇപ്പോൾ വന്നിട്ട്, ഞങ്ങൾ നേരത്തെ അപ്പുറത്തെ സൈഡിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ റൈറ്റ് സൈഡിലേക്ക് വന്നിട്ടാണ്. ഈ മഞ്ഞ ഇലയുള്ള ഈ ഒരു ചെടി അപ്പുറത്തെ സൈഡിലുണ്ട്. ഇപ്പുറത്തെ ഇതുവരെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചതാണെന്ന് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നിട്ട് ഞാനതൊക്കെ ഇങ്ങനെ പിടിച്ച് കുളിക്കിയത്. പണ്ടൊക്കെ സ്കൂൾ പഠിക്കുമ്പോഴെല്ലാം ഇങ്ങനെ മരത്തിലൊക്കെ ഇങ്ങനെ പിടിച്ച് കുളിക്കിയിട്ട് വെള്ളമൊക്കെ വീണ് നോക്കിയിട്ടൊക്കെ അതൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ ആ ഒരു നൊസ്റ്റൊക്കെ വന്നിട്ടാണ്. അപ്പോൾ അതാ ഞങ്ങൾ രണ്ടാളും കൂട്ടി ഈ കുട്ടിൻ്റെ കുട എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ കുട്ടിന് അമ്മ വാങ്ങിച്ചെടുത്ത കുടയിരുന്ന് ഞങ്ങൾ ഏട്ടൻ പിന്നെ കോട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ പിന്നെ കുടയൊക്കെ എടുത്തിട്ട് ഇറങ്ങിയതാണ്. ഈ മരം കാണാൻ അടിപൊളിയല്ലേ? ഇവിടെ ഈ റൈറ്റ് സൈഡിലാണ് ഇങ്ങനത്തെ കുറച്ച് മരങ്ങളൊക്കെ ഉള്ളത്. റൈറ്റ് സൈഡിലാണ് കേട്ടോ. ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ മരങ്ങളില്ല, പക്ഷെ ഇങ്ങനത്തെ ഈ മഞ്ഞ ഇലയുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ട അപ്പുറത്ത് ഒരു മരം. അപ്പോൾ ഇതാ ഇവിടെ ഇപ്പത്തിന് ആൾക്കാരിങ്ങനെ കൂടിക്കൂടി വരുന്നിട്ടാണ്. നേരെ ഇങ്ങനെ വൈകുന്നേരം ആൾക്കാരിങ്ങനെ കൂടിക്കൂടി വരുന്നിട്ടാണ്. കണ്ടില്ലേ? ഇതൊക്കെ ഇവിടെ വണ്ടി ഇരിക്കുന്നതൊക്കെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അതാ ഒരു ചേട്ടൻ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ അതൊന്ന് നോക്കാമെന്ന് വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ നല്ല ഒഴുക്കുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ആരെങ്കിലും വന്ന് ചാടുണ്ടെങ്കിൽ നോക്കണം കേട്ടോ. നല്ല ഒഴുക്കുണ്ട് പറഞ്ഞാൽ നല്ല ഒഴുക്കുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ തന്നെയാണ് ഇപ്പോൾ ഈ ആൾ മീൻ പിടിക്കുന്നത്. ഇതിൻ്റെ മേളിൽ അപ്പുറത്തെ സൈഡിലാണ് കായലോരം റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ അവിടെ അടിപൊളിയാണ് കേട്ടോ. അവിടുത്തെ ഫിഷ് ഫ്രൈ ഒക്കെ നല്ല അടിപൊളിയാണ്. കായൽ മീനാണുള്ളത് അവിടെ. ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ് അവിടുത്തെ കഴിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ഞങ്ങൾ ഈ ചേട്ടൻ അങ്ങനെ മീൻ പിടിക്കാൻ അങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ആൾ വല എറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിങ്ങനെ മെല്ലെ മെല്ലെ വലിക്കുകയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ക്ഷമയോട് കൂടിയിട്ട് നോക്കി നിൽക്കുകയാണ്. ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്ന കാഴ്ചകളല്ലേ? അത് ഈ മഴക്കാലത്താണല്ലോ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കൂടുതൽ കാണാൻ. അത് പ്രത്യേക രസമാണ്. അങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ ഇങ്ങനത്തെ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ.
ഇതൊരു 5-8 മിനിറ്റൊക്കെ ഈ ചേട്ടൻ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് പുള്ളി ഒറ്റയ്ക്കുള്ളൂ തോന്നുന്നുണ്ട്, വേറെ ആരും കണ്ടില്ല കേട്ടോ കൂടെ. മൂപ്പയാൾ ഒറ്റയ്ക്ക് വന്നിട്ട് ഇതാ വലയൊക്കെ എറിഞ്ഞിട്ട് ഇങ്ങനെ വലിക്കുകയാണ് മെല്ലെ മെല്ലെ. ഞാനിതിങ്ങനെ വലിക്കാൻ കണ്ടപ്പോൾ വിചാരിച്ച് നല്ല കനമുള്ള മീനൊക്കെ കുടുങ്ങിയുള്ളതെന്ന്, ഇങ്ങനെ വെയിറ്റ് പിടിച്ച് വലിക്കണ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പണ്ടൊക്കെ എൻ്റെ വീടിൻ്റെ അവിടുത്തെ പാടത്തിൻ്റെ അവിടെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ മീൻ പിടിക്കാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മീൻ കിട്ടണമെന്ന് ഞാൻ അങ്ങനെ എപ്പോഴും കാണാറൊന്നുമില്ല കേട്ടോ. കാരണം അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല, അപ്പോഴല്ലേ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുള്ളൂ. അപ്പോൾ ഇതാ അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ഞങ്ങൾ ക്ഷമയോട് കൂടിയിട്ടിട്ട്. അങ്ങനെ ഇതാ ആളിതാ ഒരു വിധം ഇങ്ങനെ കരയ്ക്ക് ഇങ്ങനെ ഒപ്പിക്കുന്നുണ്ട്, കണ്ടില്ലേ, മെല്ലെ മെല്ലെ ഇങ്ങനെ വലിക്കായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനത്തെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുള്ളൂ. അപ്പം നല്ല ഒഴുക്കും ഇതൊക്കെ ഇട്ട് നല്ലതാ മെല്ലെ വലിക്കുന്നുണ്ട് കേട്ടോ ആള്. അപ്പോൾ അതാ നോക്കി ഇരുന്നിട്ട് ലാസ്റ്റ് ഇതാ ഈ ചേട്ടന് മീൻ കിട്ടിയിട്ടാണ്. അപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ഇടയ്ക്കിന്. അപ്പോൾ ഇത് കണ്ട വഴിക്ക് തന്നെ എന്നോട് ഏട്ടൻ പറഞ്ഞാൽ ആകെ 2 മീനുള്ളൂ. പക്ഷേ 2 മീനൊന്നും അല്ല കേട്ടോ, ഒരു കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാൾ വന്ന പോലെ ഇതാ പോവുകയാണ്, വലയൊക്കെ എറിഞ്ഞ് കയ്യിൽ മീനൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ട് കണ്ടപ്പോൾ പേടിയായിരുന്നിട്ട്. ഒരു ട്യൂബുമ്മേ 4 പയ്യന്മാരും കൂടിയിട്ട് ഇങ്ങനെ പോയിരുന്നിട്ട്, അത് നല്ല ഒഴുക്കുണ്ട്. പിന്നെ ആ ഒഴുക്കുള്ളതുകൊണ്ട് തന്നെ ഒന്നിന് നല്ല സ്പീഡിലായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തുള്ളൊരു ഏട്ടൻ എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇവരോട് എത്ര വട്ടം പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ. രസമാണ് ഈ മഴക്കാലത്ത്, ഇതൊക്കെ ഒരു രസമാണ്. പക്ഷെ എന്നാലും കാണുമ്പോൾ അങ്ങനെ പേടിയാ വേണ്ടിയിട്ട്. അപ്പോൾ ഒഴുക്കുണ്ട്, നല്ല വെള്ളമുണ്ട്. അപ്പം അങ്ങനെ വരുന്നവരൊക്കെ ഒന്ന് നല്ല ശ്രദ്ധിക്കണം കേട്ടോ. എനിക്കിത് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ പേടിയാണ് വരുന്നത്. ഒരു ട്യൂബുമ്പോൾ 4 പേരും കൂട്ടി അവരിങ്ങനെ ഒച്ച ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് നല്ല പേടിയാവുണ്ടായിരുന്നേ. ഞാനാണിച്ചെങ്കിലും അതിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു, ഇവരെന്താ എത്താത്ത ചെറുതാ. അപ്പം കരയ്ക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഞങ്ങളിതാ ഇവിടേക്ക് ഇങ്ങനെ ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ട്, ഇത് ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ഇതാ അങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു വഞ്ചി കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ വഞ്ചിയിൽ ആരും ഇല്ല, അവിടെ ആകെ ചളിവെള്ളമാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ വഞ്ചിയിൽ കയറാനും പേടിയാണ് കേട്ടോ. അപ്പോൾ എങ്ങാനും എന്തെങ്കിലുമൊക്കെ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കയറൊന്നും ചെയ്തില്ല. അപ്പോൾ അതാ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അപ്പുറത്തിപ്പുറത്തൊക്കെ നിറയെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. അവിടേക്കൊക്കെ ചളി നല്ല കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടക്കണേ, നല്ല രസമുണ്ടായിരുന്നു. മഴ സമയത്ത് എന്തായാലും ഇങ്ങനെ വരണം കേട്ടോ. മഴ പെയ്യുമ്പോൾ ഒന്നും ഇങ്ങോട്ട് വന്ന് നോക്കണം. അപ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ്. അപ്പുറത്തിപ്പുറത്തൊക്കെ വെള്ളം നല്ല കയറിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെയൊക്കെ ചളിയൊക്കെ ആകെ ചളി പിടിയാണ്, കണ്ടില്ലേ വെള്ളമൊക്കെ കയറിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോണവരൊക്കെ ഞങ്ങളോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നീർക്കോലിയും തവളയൊക്കെ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്, അപ്പോൾ നോക്കി നടന്നോളുണ്ട് നടക്കുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. കണ്ടില്ല ഇവിടെയൊക്കെ ഇങ്ങനെ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഓരോ സൈഡിലൊക്കെ നല്ല രസമാട്ടോ അവിടെ ഇങ്ങനെ നിൽക്കാൻ. വണ്ടിയൊക്കെ പോകണുണ്ടല്ലേ. ഇതാ ഏട്ടൻ ഇങ്ങനെ നടക്കുകയാണ്, വീഡിയോ എടുത്തായോ പറഞ്ഞിട്ട് എന്നോട് നടക്കുക കേട്ടോ. മഴ സമയത്ത് ഇങ്ങനെ വേറെ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. ഈ കുട്ടിനെ ഞങ്ങൾ മിസ് ചെയ്തു. അപ്പോൾ അതാ ഇവിടേക്ക് ഇങ്ങോട്ട് എത്തിയപ്പോഴും ഇവിടെ ഇതാ നല്ല എല്ലാവരും ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ സൈഡിൽ കുറച്ചും കൂടി കൂടുതൽ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, നിറയെ ആൾക്കാർ വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും ഈ കോട്ടിട്ടിട്ട് കളർഫുൾ കോട്ടൊക്കെ ഇട്ടിട്ട് വരുന്ന കാണാൻ നല്ല രസമായിരുന്നിട്ടാ. കണ്ടില്ലേ, നിറയെ ചെക്കന്മാരെ മൊത്തം കേട്ടോ. ഫാമിലി ഒക്കെ കുറവാണ്, ഇങ്ങനെ ഫുള്ള് ചെക്കന്മാരാണ് വരുന്നത്. കണ്ടില്ല, വെള്ളത്തിൽ ഇറങ്ങുന്നവരൊന്ന് സൂക്ഷിക്കണം കേട്ടോ. അത്ര സേഫായിട്ട് എനിക്ക് തോന്നിയില്ല. കുഴപ്പമില്ല, രസമാണ് ഇതൊക്കെ, പക്ഷെ ശ്രദ്ധിച്ചാൽ മതി ഇറങ്ങണവരൊക്കെ. ഇവരൊക്കെ ഇങ്ങനെ കുളിക്കാനാണ് പറ്റി ഇറങ്ങാനൊക്കെ തോന്നി. പക്ഷെ എനിക്ക് നീന്താനും അറിയില്ല, പേടിയാണ്. നല്ല വെള്ളം കയറിയിട്ട് നോക്കിയാൽ കണ്ടില്ലേ, നല്ല വെള്ളം കയറിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ അത്ര അങ്ങോട്ട് പോയില്ല, കാരണം വെള്ളം നല്ല കയറിയുള്ള കാരണം ഒരു പേടി. പിന്നെ അങ്ങോട്ട് പോകാൻ കണ്ടില്ല. അതിൻ്റെ ഒപ്പം വരമ്പിൻ്റെ ഒപ്പം കയറിയിരിക്കുന്ന വെള്ളം. ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നു. മഴയത്ത് ഇങ്ങനെ നടക്കാൻ നല്ല രസമായിരുന്നിട്ട്, ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും കായലൊക്കെ ആയിട്ട് ഒരു പ്രത്യേക രസമായിരുന്നു ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. ഈ കുട്ടിനെ കൊണ്ടുവരാഞ്ഞത് നന്നായിട്ടാണ്. ഈ കുട്ടിനായിട്ട് വന്നിട്ട് നമുക്ക് പേടിയായിരുന്നു. കണ്ടില്ലേ, നിറയെ ചളീൻ്റെ കാലിനൊക്കെ മൊത്തം ചളിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതാക്കി കഴിഞ്ഞിട്ട് ഇപ്പം അങ്ങോട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. റോഡിൻ്റെ അവിടേക്ക് ഇരുന്ന വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിലാണ് കേട്ടോ. അതാ അപ്പുറത്ത് കാണുന്നില്ലേ, അതാണ് കായലോരം റെസ്റ്റോറൻറ്റ്. ആ വൈറ്റ് കാർ ഇപ്പം അങ്ങോട്ട് വന്നില്ലേ, അവിടെയാണ് കായലോരം റെസ്റ്റോറൻറ്റ് ഉള്ളത് കേട്ടോ. അപ്പം അങ്ങോട്ട് കയറിയിട്ടുണ്ട്. നല്ല മഴക്കാറുണ്ട്, കണ്ടില്ലേ, നല്ല മഴക്കാറുണ്ട്. മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
നല്ല തിരക്കായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേനും തിരക്ക് കൂടി കണ്ടില്ലേ, നല്ല വണ്ടികളൊക്കെ ആയി. എല്ലാവരും ഈ മഴയത്താണ് വരുന്നത് കേട്ടോ. എല്ലാ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ആകുമ്പോഴാണ് ഇങ്ങനെ ഞാൻ തിരക്ക് കണ്ടുള്ളത്, പെരുന്നാളിനൊക്കെ. പക്ഷേ ഇപ്പോൾ ഈ മഴ കാണാൻ വേണ്ടി മാത്രം വരുന്നത് കേട്ടോ. നല്ല രസമാണ്. അപ്പം മഴയത്ത് എല്ലാവരും ഒന്ന് വന്ന് നോക്കണം കേട്ടോ. ഇവിടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടെച്ചെങ്കിൽ അടിപൊളിയാണ്. പിക്കാൻസിലും ഇവിടുന്ന് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു. ഈ കുടയും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കിയിരുന്നു ഞാൻ. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ തിരക്കൂട്ടുണ്ടായിരുന്നിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പോയിട്ട് വേണം വേറൊരു കല്യാണത്തിനും കൂടി പോകാണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നിട്ട് വീണ്ടും ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ടാണ്. അപ്പോൾ നല്ല രസമുണ്ട് കണ്ടില്ലേ, വെള്ളം നല്ല കയറിയിട്ട് നല്ല മഴക്കാറൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഭാഗത്തുള്ളവരൊക്കെ എന്തായാലും ഒന്ന് വന്ന് നോക്കണം കേട്ടോ. അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.